നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഏറെ ആശങ്കയിലാണ് പ്രവാസികൾ. ദീർഘനാളായി അവധിയെടുത്ത് നാട്ടിൽ പോകാൻ സാധിക്കാതെ പ്രവാസികളാകെ മടുപ്പിലായിരിക്കുകയാണ്. സ്ഥിരമായി നാട്ടിൽ പോകാറുള്ള കാലപരിധിയും കഴിഞ്ഞും ഇവിടെ തുടരുന്നവർക്ക് എന്നാണ് പോകാൻ കഴിയുകയെന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം നാട്ടിലെത്തിച്ചേർന്നാൽ തന്നെ തിരിച്ചു വരാൻ ഇനി എന്ന് സാധിക്കും എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇതിനോടകം നാട്ടിലെത്തിച്ചേർന്ന പ്രവാസികൾ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുന്നത് കാണുന്നത് തന്നെയാണ് ഇവരിൽ ആശങ്കയുണ്ടാക്കുന്നത്. നാട്ടിലേക്ക് പോകാൻ വിമാനമുണ്ടെങ്കിലും തിരിച്ചുവരവ് സംബന്ധിച്ച് അനിശ്ചിതത്വമാണ് ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്ന് സാരം. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്ക് വരാനും സാധിക്കുകയില്ല. ഇനി എപ്പോൾ ഈ മാറ്റം ഉണ്ടാകുമെന്നും പറയാൻ സാധിക്കില്ല. വിലക്കില്ലാത്ത മൂന്നാമതൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ് മാത്രമേ കുവൈറ്റിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയാൽ ഒരാഴ്ച അവിടെയും ക്വാറന്റൈനിൽ ഇരിക്കണം. കുറഞ്ഞ അവധി ലഭിക്കുന്നവർക്ക് അവധിക്കാലം ഇങ്ങനെ തന്നെ തീരുമെന്നും സാരം. അതേസമയം വർഷത്തിലോ 6 മാസത്തിലൊരിക്കലോ നാട്ടിൽ പോകാറുള്ളവരിൽ 1.5 വർഷവും 2 വർഷവുമായിട്ടുണ്ട്. 2-3 വർഷത്തിലൊരിക്കൽ പോകുന്നവരും കോവിഡ് കാലത്തിന്റെ കുരുക്കിൽപ്പെട്ട് കഴിയുകയാണ്. ഇത്തരത്തിൽ 3 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പോകാൻ നിശ്ചയിച്ചവർ വരെ കുടുങ്ങിയ സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കോവിഡ് ഭീതി വിതച്ച നാളുകളിൽ ത്യാഗം ചെയ്ത് ഇവിടെ നിന്ന് പോയവർ എങ്ങനെയും തിരിച്ചെത്താൻ വഴി തേടുന്നു. മാസങ്ങളായി വരുമാനം നിലച്ചത് തന്നെ കാരണമായി പറയുകയാണ്. വലിയ ടിക്കറ്റ് നിരക്കും ട്രാൻസിറ്റ് രാജ്യത്തെ ക്വാറന്റൈൻ ചെലവുമൊക്കെ ചെറിയ വരുമാനക്കാർക്ക് ഭാരമായി തീരുന്നു. നാട്ടിലെന്തെങ്കിലും സംരംഭം തുടങ്ങാമെന്ന് കരുതി പോയവർക്ക് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. ചില കമ്പനികളോ വാർഷികാവധി നിർബന്ധിച്ച് എടുപ്പിക്കുകയാണ്. എന്നാൽ അവധി ദിവസങ്ങൾ നീട്ടി നൽകുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അവധിയെടുത്ത് നാട്ടിൽ പോകാതെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടിയവരുമുണ്ട്. നാട്ടിൽ എത്തിച്ചേർന്നവരുമുണ്ട്. ഇതിൽ കുടുംബം നാട്ടിലുള്ളവരുമുണ്ട്. അങ്ങനെ വിമാന സർവീസ് സാധാരണ നിലയിലായാലോ സമാധാനപരമായി നാട്ടിൽ പോയി വരാൻ കഴിയും. ക്വാറന്റൈൻ വ്യവസ്ഥകളിലും ഇളവ് വരണമെന്നാണ് പ്രവാസികൾ പ്രതീക്ഷ വെക്കുന്നത്. ഏറെ പ്രതീക്ഷകളോടെ നാട്ടിലെത്തിച്ചേരാൻ, നാടിന്റെ തണലിൽ ഒന്നുറങ്ങാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.